ആലപ്പുഴയിലെ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ CPM കൗൺസിലറായ ഷാനവാസിനെതിരെ സുപ്രധാന തെളിവുകൾ ലഭിച്ചെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി എബി ജോൺ ചേരുന്നുണ്ട്. എബി, ആലപ്പുഴ CPM ഘടകത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു ലഹരിക്കടത്തിൽ ഷാനവാസിന്റെ പങ്ക് എന്നുള്ളത്. ഏത് തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗീസ് ഇന്നലെയാണ് ഷാനവാസിനെ ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്ന, നിരസിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഷാനവാസ് സ്വീകരിച്ചത്. താൻ ഒരു ജനപ്രതിനിധിയാണ്, തനിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ താൻ ജയിച്ച ഒരാളാണ്, നിരവധി ആളുകളുമായി തനിക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരും, നിരവധി ആളുകളുമായി തനിക്ക് ബന്ധമുണ്ട്, തൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് സുഹൃത്തുക്കൾ ചേർന്നായിരുന്നു. ആ സെലിബ്രേഷനിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അവരുടെ ആരുടെയും തന്നെ രീതികളോ കാര്യങ്ങളോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ തനിക്ക് അറിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ആരൊക്കെ പങ്കെടുത്തതിനെക്കുറിച്ച് ഒരു വിവരം കൃത്യമായി തനിക്ക് അറിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു ചോദ്യം ചെയ്യലിനോട് ഷാനവാസ് സ്വീകരിച്ചത്. എന്നാൽ പോലീസിന് ഈ ഒരു ചോദ്യം ചെയ്യൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പോലീസിന് ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണ റിപ്പോർട്ട് DGPക്കും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഷാനവാസിനെ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തിയത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഷാനവാസ് ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ഈ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ സമർപ്പിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. നിരവധി ആളുകൾ ഈ ഷാനവാസിനെതിരെ പരാതികളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഷാനവാസും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് വരുന്നത് ഇങ്ങനെ പാർട്ടിയിൽ അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ഒരുപക്ഷെ ശത്രുത ഉള്ള ആളുകൾ തന്നെയുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് ഇത്തരത്തിൽ തനിക്ക് വിനയാകുന്നത് എന്നുള്ളൊരു വാദം കൂടി ഷാനവാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയും ഈ ഒരു കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ ആ ഒരു റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തുടർ നടപടികൾ അതിനുശേഷമാവും ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത് കണക്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല CPM ജില്ലാ നേതൃത്വം പോലും ഷാനവാസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്നതാണ് ചോദ്യം. തീർച്ചയായും ഷാനവാസിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ കാര്യം സൂചിപ്പിക്കുന്നതുമാണ്. ഇപ്പോഴും ഷാനവാസ് നിലവിൽ അവിടെ ആലപ്പുഴയിലെ CPMന്റെ കൗൺസിലർ ആണ്. ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായപ്പോൾ പോലും ഒരു തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടി പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിക്കടത്ത് അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ തന്നെ ഒരു കൗൺസിലർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യ ഘട്ടത്തിലെല്ലാം തന്നെ തൻ്റെ വാഹനമല്ല എന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് ഷാനവാസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഷാനവാസിൻ്റെ ആ വാദങ്ങളെല്ലാം തന്നെ മുഖവിലക്കെടുക്കുകയും മറ്റുള്ള കണ്ടെത്തലുകളെ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു രീതി തന്നെയായിരുന്നു CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പാർട്ടി നേതൃത്വത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ഷാനവാസിനുണ്ട് എന്നതിന് ഇതിലധികം വേറൊരു തെളിവിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടെന്ന് കരുതുന്നില്ല. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിന് കുടപിടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്
സജി ചെറിയാൻ ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം ആയിട്ട് ആർ നാസർ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ പിന്തുണ തന്നെയാണ് ഇപ്പോഴും ഷാനവാസിന് കരുത്തായി തന്നെ നിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിരവധി ആളുകൾ ഷാനവാസ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായി കൂടുതലായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിൽ നിന്ന് നേരത്തെ വന്നിരുന്ന വിഭാഗീയ വാർത്തകൾ അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനമായും നമ്മൾ കാരണമായിട്ട് കാണേണ്ടത്. കാരണം പാർട്ടിയിലെ ഒരു വിഭാഗം, അതായത് നേതൃനിരയിലുള്ള നേതൃപദവിയിലുള്ള ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ ഒരു തരത്തിലും ഗൗനിക്കാത്ത തരത്തിലുള്ള നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള ഒരു വിമർശനം പാർട്ടി സഖാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് പുറത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ വിഭാഗീയമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും പാർട്ടിയുടെ ഈ നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ അത് അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഇപ്പോൾ ഷാനവാസിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഫെബ്രുവരി പകുതിയോടുകൂടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലെങ്കിലും ഷാനവാസിനെതിരെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി ഷാനവാസിനെതിരെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പാർട്ടി അണികളിൽ ചിലർ പോലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫെബ്രുവരി പകുതിയോടുകൂടിയാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരിക. അതിനു മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഷാനവാസിനെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും ഇതിൻ്റെ ഒരു നിയമ നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. നേരത്തെ 2 ആഴ്ച മുമ്പാണ് ഷാനവാസിനെതിരെ പോലീസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും ഒപ്പം തന്നെ DGPക്കും സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേസ് ജയരാജന്റെ ഒരു പ്രസ്താവന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സർക്കാർ സംഘടിപ്പിക്കുമ്പോഴാണ് അപ്പം അത് വെറും പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ അത് വെറും ക്യാമ്പയിൻ മാത്രമായിട്ട് നിൽക്കുന്നു. CPM നേതാക്കൾ തന്നെ ഈ ലഹരിക്കടത്തിൽ പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനു മുൻപാണെങ്കിലും CPM പലപ്പോഴും ഒരു പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ലഹരിക്കടത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള CPMൽ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം മുതിർന്ന നേതാക്കൾ തന്നെ പരോക്ഷമായി വിമർശനവുമായി രംഗത്തെത്തുമ്പോൾ തീർച്ചയായും ജയരാജന്റെ ഒരു പ്രസ്താവനയല്ല അത് G സുധാകരനാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയും വിമർശനവും ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ ഒരു പുതിയ നേതൃത്വം ആലപ്പുഴയിൽ വന്നപ്പോൾ മുതൽ തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിയെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഘടകങ്ങളുടെ അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിമർശനമാണ് അന്ന് ഈ പാർട്ടി സമ്മേളന കാലഘട്ടത്തിൽ പോലും ഉയർന്നു വന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് തുടർന്നുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഷാനവാസിനെ പോലെ ഒരാൾ, അതായത് പാർട്ടി ഘടകത്തിൽ പോലും നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ആൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ CPMന്റെ തന്നെ കൗൺസിലറായിട്ടൊരാൾ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെയാണ് പാർട്ടി ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തുകയും അതിനെതിരെയുള്ള പ്രചാരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൗൺസിലറായിട്ടുള്ള ആൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ പോലും മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനമായി തന്നെ ഉയർന്നു വന്നത്. ഈ ഒരു സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു സുധാകരൻ അത്തരത്തിലൊരു വലിയ വിമർശനം ഒരു പൊതുവേദിയിൽ പോലും അദ്ദേഹത്തിന് അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പൊതുവേദിയിൽ അദ്ദേഹം പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോലും ഒരു വിഭാഗീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കളെ എല്ലാം തന്നെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള പരിഗണന നൽകാതെയുള്ള നടപടിയാണ് പുതിയ നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നുള്ള ഒരു വിമർശനമായിരുന്നു ഈ സമ്മേളന കാലഘട്ടത്തിലെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു ഏതാണ്ട് 280-ൽ പരം അംഗങ്ങൾ പാർട്ടിയിൽ നിന്നും
തങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജിക്കത്ത് പോലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുമ്പോഴും ഒരു തരത്തിലും നേതൃത്വം ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കുന്നില്ല. ഒപ്പം ഒരു തരത്തിൽ ഈ ആരോപണ വിധേയരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നു തുടങ്ങിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ വേദിക്കകത്ത് പറയേണ്ട പല കാര്യങ്ങളും പോലും പുറത്ത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ജി സുധാകരനെ പോലെ ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ വന്ന് ഇത്തരത്തിലൊരു രൂക്ഷമായിട്ടൊരു വിമർശനം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നത് അത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണുകയും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഉടനടി തന്നെ ഷാനവാസിനെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പോലും ആ സമയത്തും ഷാനവാസിന് കൃത്യമായ രീതിയിലുള്ള പിന്തുണ പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാതിരിക്കാനാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു വാർത്ത നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ ഷാനവാസ് പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും പാർട്ടി കൃത്യമായ രീതിയിലുള്ള സംരക്ഷണമാണ് ഷാനവാസിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായും പറയാൻ കഴിയും ഈ സമയത്തും ഷാനവാസിനെ സംരക്ഷിക്കുന്നത് പാർട്ടിയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാൽ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ പോലീസ് കുറച്ചുകൂടി ഒരു കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി ഷാനവാസിനെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ആ പോലീസ് നേരത്തെ സമർപ്പിച്ച ആ റിപ്പോർട്ട് ഒരു പരിഗണനാ വിഷയമായി കണക്കാക്കുകയും ചെയ്യുന്നത്. പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ഈ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് പരിഗണനാ വിഷയമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗീസ് ആലപ്പുഴ ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെതിരെ നിർണായക തെളിവുകൾ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളാണ് തന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചതെന്നും അതിൽ ഉൾപ്പെട്ട ചിലർക്ക് ലഹരിക്കടത്തുമായി ബന്ധമുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നുമാണ് പോലീസിന് ഷാനവാസ് നൽകിയ മൊഴി. അതേസമയം പാർട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് ഫെബ്രുവരി പകുതിയോടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എബി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.